പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോഴിക്കോട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ പ്രകടനമായി കോഴിക്കോട് ബീച്ചിലേക്ക് വന്നു. ഞങ്ങൾ ഇന്ന് ഫ്ലോട്ടില്ലയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത ലോകത്തുടനീളം അത് തടയുന്നു, അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ വാർത്ത വരുന്നതിനിടയിൽ തന്നെയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. 40ഓളം രാജ്യങ്ങളിലുള്ള ആക്ടിവിസ്റ്റുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഈ പട്ടിണിക്കിട്ട് കൊല്ലുന്നതിനെയുള്ള ലോക മനസാക്ഷി ഉണർത്താനുള്ള ഫ്ലോട്ടില്ലയിലെ ആക്ടിവിസ്റ്റുകളുടെ ബോധത്തെ ഐക്യദാർഢ്യത്തോടുകൂടി കോഴിക്കോട് യുവജനങ്ങളും പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് പ്രതീകാത്മകമായി ഈ രീതിയിലുള്ള ഒരു പരിപാടികൾ അവതരിപ്പിച്ചത്. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ഇന്ന് യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ജില്ലയിലുടനീളം പരമാവധി നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾപ്പെട്ട ഒരുപാട് വസ്തുക്കളുണ്ട്. അതെല്ലാം ഇന്നു മുതൽ ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജില്ലാ പ്രസിഡന്റ് ഇന്നത്തെ ഈ ഗസ റാലിയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശാഖാതലങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തിച്ചുകൊണ്ട് പരമാവധി ഈ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്ന പ്രക്രിയയുമായി യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മുന്നോട്ട് പോകും. ഇസ്രായേൽ ക്രൂരത എന്റെ പ്രതീകമായി കുഞ്ഞുങ്ങളുടെ മൃതദേഹം പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നുണ്ട്. കൊയിലാണ്ടി ഗസയിൽ കുറേ കുട്ടികൾ, എന്നെ പോലത്തെ കുട്ടികൾ മരിച്ചു വീഴുകയാണ്. അന്നേരം എനിക്കും ഇതിനുവേണ്ടി പ്രതിഷേധിക്കാൻ തോന്നി. വ്യാസനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.